Good morning, good morning, good morning. Yes, Sharanya, Nimisha, Amrita. Good morning, sir. Okay, good morning. Yes. Veena. Okay, good morning. Yes. Okay. Let us start. Okay. Okay. Afla, let us start. Okay, so this Srilashmi, let us start. Okay. That's yeah. Very good, very good. Okay. Thank you for the information. Yes. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു ടെൻസിനെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ ടെൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു സിമ്പിൾ പ്രസന്റ് ആണ് ആ ടെൻസിന്റെ പേരെന്ന് പറഞ്ഞു. ആ ടെൻസിൽ നമ്മൾ പറയുന്നത് ഹാബിച്വൽ ആക്ഷൻ, സ്ഥിരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ആ ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്ഥിരമായിട്ട് വീട്ടിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എപ്പോൾ എഴുന്നേൽക്കുന്നു, പിന്നെ ഭക്ഷണം പാകം ചെയ്യുന്നത്, കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത്, അങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. യെസ്. അപ്പൊ അതിൻ്റെ അകത്ത് വേറെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതൊന്നുകൂടി പറയാം. ഇപ്പൊ ഞങ്ങൾ വരാറുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ദേ കം എന്ന് പറയും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വരാറില്ല എന്നാണെങ്കിൽ ദേ ഡു നോട്ട് കം എന്ന് പറയും. ദേ ഡു നോട്ട് കം. യെസ്. ഇനി അത് ചോദ്യമായിട്ട് ചോദിക്കണമെങ്കിൽ ഡു എന്നുള്ളത് ആദ്യം പറയുന്നു. അപ്പൊ ഡു യു കം അല്ലെങ്കിൽ ഡു ദേ കം, ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇംഗ്ലീഷിൽ ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, ദേ കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വരാറുണ്ട് അല്ലെങ്കിൽ അവർ വരുന്നു എന്ന അർത്ഥമാണ് ദേ കം. അപ്പൊ അവർ വരുന്നു എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് നമുക്ക് ദേ കം എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ശ്രുതി SMS. ഓക്കെ. അവർ വരാറുണ്ട് എന്നുള്ളത് ദേ കം എന്നാണെങ്കിൽ അവർ വരാറുണ്ട് എന്ന് പറയുമ്പോൾ എന്ത് പറയും? അല്ലെ, അവൻ എന്നുള്ളത് ഹി. അവൻ വരാറുണ്ടെന്നാ? ഡു ഹി കം? അതൊന്നും പോണ്ട, ഇതൊന്നുകൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞു. അവർ വരാറുണ്ട് ദേ കം. അവർ എന്നുള്ളത് മാറ്റിയിട്ട് ഞാൻ അവിടെ അവൻ നാക്കി എന്നുള്ള വ്യത്യാസം. അവൻ എന്നുള്ളതിന് ഹി ആണ്. He come often. He come. Okay. അതാണ് പറഞ്ഞത്. ഓക്കെ. ഹി കം. അപ്പൊ ശരണ്യം പറഞ്ഞിട്ടുണ്ട് ഹി കം എന്നുള്ളത്. ഓക്കെ. ഇവിടെ നമ്മൾ അറിയാതെ ഒരു ചെറിയൊരു ഗ്രാമർ മിസ്റ്റേക്ക് നമ്മൾ വരുന്നത്. ഓക്കെ. ചിപ്പി പറഞ്ഞാൽ ശരി. ഓക്കെ. എന്താണ് ഗ്രാമർ മിസ്റ്റേക്ക്? നമ്മളൊന്ന് മനസ്സിലാക്കി പോകുക. ഈ അവൻ എന്ന് പറയുമ്പോൾ എത്ര ആൾക്കാരുണ്ട്? ഒരെണ്ണമല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് പറയാം സിംഗുലർ ആണ് സബ്ജക്റ്റ്. ആ സിംഗുലർ ആണെങ്കിൽ ആ വെർബിന്റെ കൂടെ ഒരു യെസ് എന്ന് കൂടി ചേർക്കണം. ഹി കംസ് എന്ന് പറയുമ്പോഴാണ് കറക്റ്റ്. ദേ എന്ന് പറയുമ്പോൾ എസ് ചേർത്തില്ല, കാരണം ദേ എന്ന് പറയുമ്പോൾ അവർ എന്നാണ്. അപ്പൊ ഒന്നും കൂടുതലുണ്ട്. നേരെ മറിച്ച് ഒരാളുള്ളെങ്കിൽ ഹി എന്നോ ഷീ എന്നോ ആണ് എങ്കിൽ, ഒരെണ്ണമുള്ള എങ്കിൽ അത് സിംഗുലർ ആണ്. അപ്പൊ വെർബിന്റെ കൂടെ എന്തുകൂടി ചേർക്കണം? ഒരു യെസ് കൂടി ചേർത്തിട്ട് ഹി കംസ് എന്ന് പറയും. ഇത് നമ്മളൊരു ഒരു ലോ, ഇംഗ്ലീഷിന്റെ ഒരു എക്സെപ്ഷണൽ ആയിട്ട് ഒരു ലോ നമ്മൾ മനസ്സിലാക്കി വരും. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ എന്തുകൂടി വരും? ഒരു യെസ് എന്ന് കൂടി ചേർക്കണം. ഹി കംസ് ആണ് കറക്റ്റ്. ദേ കം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്.
പിടികിട്ടിയല്ലോ. അപ്പൊ ഞാനിപ്പോ നിങ്ങളോട് ഒരു ആദ്യം ഞാൻ ഒരു സംശയം പ്രതീക്ഷിച്ചു. അതായത് ഞാൻ വരാറുണ്ട് എന്ന് പറഞ്ഞപ്പോ ഐ കം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ എന്ന് പറയുമ്പോഴും ഒരാളല്ലേ ഉള്ളൂ. അപ്പൊ അവിടെ എസ് എന്താ ചേർക്കാതിരുന്നത് എന്ന് ആരെങ്കിലും ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ആരും ചോദിച്ചില്ല. ചിലപ്പോ നിങ്ങൾ മനസ്സിൽ ചോദിച്ചിട്ടുണ്ടാവാം അല്ലേ, ഞാൻ എന്ന് പറയുമ്പോൾ ഒരാളല്ലേ ഉള്ളൂ, അപ്പൊ എവിടെ എസ് ചേർക്കേണ്ടതല്ലേ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. യെസ്. ഇനി വേറൊരു കാര്യം കൂടി പറയാം. ഇപ്പൊ ഞാനിപ്പോ സാനുവിനോട് മാത്രം ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ന് പറയും. അപ്പൊ ആ നിങ്ങൾ എന്ന് പറയുന്ന വാക്കുകൊണ്ട്, അതായത് യു എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാനു എന്ന് പറയുന്ന ഒരാളെയാണ്. അതും ഒരാളല്ലേ ഉള്ളൂ, അത് സിംഗുലർ അല്ലേ, അപ്പൊ യു കഴിയുമ്പോഴും എസ് ചേർക്കേണ്ടതല്ലേ എന്ന് ആരെങ്കിലും ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ചിലപ്പോൾ നിങ്ങൾ മനസ്സിലൊരു വിഷയം ചിന്തിച്ചു കാണും അല്ലെ. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ എസ് ചേർക്കണമെന്ന് പറഞ്ഞു, ഒരെണ്ണമാണെങ്കിൽ എസ് ചേർക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഐ എന്ന് പറയുമ്പോഴും യു എന്ന് പറയുമ്പോഴും സിംഗുലർ അല്ലേ, അതിന്റെ കൂടെ എസ് ചേർക്കേണ്ടതല്ലേ എന്ന് പക്ഷെ മനസ്സിൽ ചിന്തിച്ചിരിക്കാം. അപ്പോ അങ്ങനെ ചിന്തിച്ചവരോട് ഞാൻ പറയാണ്, ഇംഗ്ലീഷില് വേറൊരു എക്സെപ്ഷൻ കൂടിയുണ്ട്. ഐയുടെ കൂടെയും യുവിന്റെ കൂടെയും എസ് ചേർക്കേണ്ടത്. കാരണം നമുക്ക് പറയാം, യു എന്ന് പറയുമ്പോൾ ഒരാളുള്ളെങ്കിലും ഓക്കെ ശ്രദ്ധി, ഒരാളുള്ളെങ്കിലും നമ്മൾ യു എന്നാണ് പറയുക. ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിലും യു എന്ന്. നിങ്ങൾ എല്ലാവരെയും കൂടി എനിക്ക് നിങ്ങൾ എന്ന് വിളിക്കുക, ഒരാളെയും നിങ്ങൾ തന്നെ വിളിക്കുക. യെസ്. അപ്പൊ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ പ്ലൂറൽ ആൻഡ് സിംഗുലർ. അപ്പൊ യു എന്ന് പറയുന്ന വേർഡ് സിംഗുലർ ആയിട്ടും ഉപയോഗിക്കാം, പ്ലൂറൽ ആയിട്ടും ഉപയോഗിക്കാം. അതുകൊണ്ട് എപ്പോഴും അത് പ്ലൂറൽ ആയിട്ട് കണക്കാക്കി അതിന്റെ കൂടെ എസ് ചേർക്കേണ്ടതില്ല. നേരെ മറിച്ച് ഐ എന്ന് പറയുമ്പോൾ ഒരാളെ ഉള്ളൂ. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ എന്ന് പറയുന്ന സംഖ്യയാണ്. സബ്ജക്ട് അതൊക്കെ പോകണ്ട. ഒരു കാര്യം ഓർത്ത് മതി, ഐയുടെ കൂടെ എസ് വരില്ല. ഐ എന്ന് പറയുന്നത് ഒരാളുള്ളൂ, പക്ഷെ ഐയുടെ കൂടെ എസ് വരില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സംഗതി ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നത്, ഒരാളുള്ളെങ്കിൽ വെർബിന്റെ കൂടെ എസ് ചേർക്കണം, പക്ഷെ ഐയുടെ കൂടെയും യുവിന്റെ കൂടെയും എസ് ചേർക്കേണ്ടതില്ല. യെസ്. ഓക്കെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം, എന്റെ ഭർത്താവ് 9 മണിക്ക് ഓഫീസിലേക്ക് പോകുന്നു. മൈ ഹസ്ബൻഡ് ഗോ ടു ഓഫീസ് അറ്റ് 9 o'clock എന്ന് പറഞ്ഞാൽ തെറ്റാണ്. മൈ ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ എത്ര പേരുണ്ട്? ഒരാളല്ലേ ഉള്ളൂ. അപ്പൊ അതിന്റെ കറക്റ്റ് എന്ത് വരും? മൈ ഹസ്ബൻഡ് ഗോസ് ടു ഓഫീസ്. എസ് ചേർക്കണം. ഗോസ് ടു ഓഫീസ് അറ്റ് 9 o'clock. ഇതാണ് കറക്റ്റ്. നേരെ മറിച്ച് ഐ ഗോ ടു ഓഫീസ് അറ്റ് 9 o'clock എന്ന് പറയാം, അത് തെറ്റില്ല, ശരിയാണത്. മൈ ഹസ്ബൻഡ്, ഓക്കെ സാനു, മൈ ഹസ്ബൻഡ് ഗോസ് ടു ഓഫീസ് അറ്റ് 9 o'clock. യെസ്. അപ്പൊ നമ്മൾ അങ്ങനെ പറഞ്ഞു, സബ്ജക്ട് സിംഗുലർ ആവുമ്പോൾ വെർബിന്റെ കൂടെ എന്ത് ചേർക്കണമെന്ന് പറഞ്ഞു? എസ് ചേർക്കണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ. ഇനി നൈസി യെസ്. യെസ് ഓർ യെസ്. ഓക്കെ, വേണം. അത് നമുക്ക് ഗോ എന്നുള്ളതിനെ കൂടി യെസ് ആണ്, അല്ലാതെ വരുന്നതൊക്കെ സാധാരണ രീതിയിൽ എസ് തന്നെ പറയാം. ഓക്കെ. അപ്പൊ ഇതിനകത്ത് നല്ലൊരു ധൈര്യമുള്ള ആരുമില്ലേ? നമുക്ക് ചിപ്പിനെ വിളിക്കാം. ചിപ്പി രാജൻ. ഹായ് സർ. ഓക്കെ. ചിപ്പി, ഒരു സബ്ജക്ട് സിംഗുലർ ആയിട്ട് കാര്യം പറഞ്ഞു. വീട്ടിലുള്ള ഒരാളുടെ പേര് സർ ഒന്നുകൂടെ പറയാമോ? വീട്ടിലുള്ള ആരെങ്കിലും ഒരാള്. ആർ യു മാരീഡ്? ഇല്ല. നോ. പേര് പറ. സിസ്റ്ററിന്റെ പേര് പറ. ബ്രദർ രാഹുൽ. രാമൻ അല്ലേ? രാഹുൽ. ഓക്കെ. രാമൻ എന്താ ചെയ്യുന്നത്? ഒരു ലോൺ കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. അതെ. എത്ര മണിക്ക് പോകും രാവിലെ? 8 o'clock.
ഓക്കെ, അപ്പൊ മ്യൂട്ട് ചെയ്യുമ്പോഴേ ഭയങ്കര ശബ്ദം വരുന്നുണ്ട്. വേറെ വല്ല അഡ്ജസ്റ്റ്മെന്റ് എനിക്ക് സാറ് പറയുന്നത് കേൾക്കുന്നില്ല, അതാ ഞാൻ ഇടയ്ക്ക് മ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ശരി, ഓക്കെ 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 മ്യൂട്ട് ചെയ്തോളൂ, മ്യൂട്ട് ചെയ്തോളൂ. യെസ്, അപ്പൊ നമുക്ക് അടുത്ത വിഷയത്തിലോട്ട് വരാം. ഓക്കെ 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 ജോയ്സി 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 സാർ ഞാൻ ഡ്യൂട്ടിയിലാണ്. ഞാൻ എന്റെ ക്ലാസ് കേൾക്കാൻ ഡ്യൂട്ടിയിലാണ്. ക്ലിയർ ആയില്ല, നമുക്ക് പിന്നീട് നമുക്ക് നോക്കാം. ക്ലിയർ ആകുന്നില്ല, ചോദ്യം ക്ലിയർ ആകുന്നില്ല. അത് കേൾക്കുന്നുണ്ട്, ക്ലാസ് കൂടുന്നുണ്ട്, അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഒന്നും എലിജിബിൾ ആവുന്നു. ഓക്കെ 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 നമുക്ക് പിന്നീട് നോക്കാം. നമുക്ക് വേറൊരു സംഭവം പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് മൈ ഹസ്ബൻഡ് ഗോസ് ടു ഓഫീസ് അറ്റ് 9 o'clock നമുക്ക് പറയാം. മൈ ഹസ്ബൻഡ് ഗോസ് ടു ഓഫീസ് അറ്റ് 9 o'clock. എന്റെ ഭർത്താവ് 9 മണിക്ക് ഓഫീസിൽ പോകാറുണ്ട്. ഇവിടെ മൈ ഹസ്ബൻഡ് എന്ന് പറഞ്ഞപ്പോൾ ഒരാളുള്ളതിന്റെ പേരിലാണ് നമ്മൾ അവിടെ എന്ത് ചേർത്തത്? ES ചേർത്തിട്ട് ഗോസ് നയിക്കുന്നത്. ഗോ എന്നുള്ളത് ഗോസ് നയിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഞാൻ ഭാഗ്യനോട് ചോദിക്കുന്നു, ഭാഗ്യ, എന്റെ ഭർത്താവ് 9 മണിക്ക് ഓഫീസിൽ പോകാറില്ല എന്നാണ് എങ്ങനെ പറയുന്നത് ഇംഗ്ലീഷിൽ? അത് മൈ ഹസ്ബൻഡ് ഡസ് നോട്ട് ഗോ. ഗോന്റെ കൂടെ എസ് ചേർക്കണോ? മൈ ഹസ്ബൻഡ് ഒരാളേ ഉള്ളൂ. അത് മൈ ഹസ്ബൻഡ് ഒരാളെ ഡു നോട്ട് ഗോസ് പറയൂ സാറേ. ഭാഗ്യന് ഒരു എക്സ്പ്ലനേഷൻ വന്നിട്ടേ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. വാട്ട് യു തിങ്ക് യു എക്സ്പ്ലെയിൻ? ഡു നോട്ട് അല്ലേ നമ്മൾ ചേർക്കുക? ഡു നോട്ട്. മൈ ഹസ്ബൻഡ് ഒരാളുള്ളൂ, അപ്പൊ സിംഗുലർ ആവുമ്പോ എസ് ചേർക്കണം. മൈ ഹസ്ബൻഡ് ഡസ് നോട്ട് ഗോ ടു. ഗോന്റെ കൂടെ എസ് വേണ്ട. അല്ല, ഡസ് നോട്ട് ചേർത്തല്ലോ. ഡസ് നോട്ട് ഗോസ് ടു ഓഫീസ് എന്ന് പറയോ? എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ സാർ. പറയുമ്പോ ഒരു കല്ല് കടിക്കുന്ന പോലെ തോന്നുന്നുണ്ട? ഒരു സുഖമില്ല അത് കേൾക്കാൻ. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഓക്കെ ഭാഗ്യ, ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഞാനത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അവർ വരാറുണ്ട്, അവർ പോകാറുണ്ട്, they go. അവർ പോകാറില്ല, they do not go. അവൻ പോകാറുണ്ട്, he goes. അവൻ പോകാറില്ല എന്ന് പറയുമ്പോ he. അപ്പൊ പെട്ടെന്ന് നമുക്ക് തോന്നും പോകാറില്ല എന്നുള്ളതിന്റെ കൂടെ ഡു നോട്ട് അല്ലേ ചേർക്കേണ്ടതെന്ന് തോന്നും. ഡു നോട്ട് ആണ് ചേർക്കുന്നത്. പക്ഷെ ഡു ഉണ്ടെങ്കിൽ ആ ഗോസ് എന്ന് പറയുന്ന വൈഡിന്റെ ഒപ്പം ചേർത്തൊരു എസ് ഇല്ലേ, അത് അവിടുന്ന് മാറ്റിയിട്ട് ഡൂവിന്റെ കൂടെ ചേർത്താൽ മതി. അപ്പൊ അത് എന്തായിട്ട് മാറും? ഡസ് നോട്ട് ആവും. അപ്പോ കറക്റ്റ് ആൻസർ അതാണ്. മൈ ഹസ്ബൻഡ് ഡസ് നോട്ട് ഗോ അറ്റ് 9 o'clock. അപ്പൊ ഇവിടെ നിന്ന് ചിന്തിക്കും, ഇവിടെ ഡൂവിന്റെ ഗോയിന്റെ കൂടെ എസ് ചേർക്കാതിരുന്നതെന്ന് ചിന്തിക്കും. അപ്പൊ നമ്മൾ ചിന്തിക്കുക, ആ ഡു എന്നുള്ളത് അവിടെ എസ് ചേർത്ത് ഡസ് ആക്കിയിട്ടുണ്ട്, പിന്നെ ഒരു എസ് വേറെ വേണ്ട. ഓക്കെ, അതുകൊണ്ടാണ് സംഭവിക്കുന്നത് അങ്ങനെ. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഡസ് നോട്ട് എന്നേ വരൂ, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഡു നോട്ട് എന്നേ വരൂ. അത് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും യു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സിംഗുലർ ആയിട്ട് തോന്നുമെങ്കിലും അത് പ്ലൂറൽ ആയിട്ട് പരിഗണിച്ചാൽ മതി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. ഡീറ്റെയിൽ ഇതിനകത്ത് വല്ല ഡൗട്ട് ഉണ്ടോ? Any doubt? Yes. അപ്പൊ ഡൗട്ടുകളൊന്നും തന്നെ ഇല്ല. ഓക്കെ, യെസ്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു സബ്ജക്റ്റ് ഞാൻ പറയുന്നത്, ധൈര്യമുള്ള ഒരാളെ വിളിക്കുക അല്ലെ? ആരാണ് ധൈര്യമുള്ള ഒരാള്? സാറ് ചോദിച്ചു, ഞാൻ പറയാം എന്ന് പറയുന്ന ഒരാളാരാണ്? യെസ്. ഇത്രയും പേര് ഇതിനകത്ത് ഉണ്ടായിട്ട് ഒരാൾക്ക്
ഓക്കെ ശ്രുതി, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ശ്രുതി ഒരു ജോലിക്ക് പോവുകയാണ്. ഓക്കെ അപ്പൊ ആ ജോലിക്ക് ചെന്ന് കഴിഞ്ഞപ്പോ അതിന്റെ ഇന്റർവ്യൂവിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക. ആ ഇന്റർവ്യൂവിൽ പങ്കെടുത്ത് കഴിഞ്ഞപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രുതിയോട് ചോദിച്ചു. അപ്പൊ ശ്രുതിയോട് ചോദിച്ച ചോദ്യം ഇതാണ്: ശ്രുതി, പ്ലീസ് ഗീവ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് യുവർസെൽഫ്. ശ്രുതിയെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ പറയുന്നു. ആ പരിചയപ്പെടുത്തുന്ന ശ്രുതി ആരംഭിക്കലാണ്. അപ്പൊ ഇത് പറയുമ്പോൾ ഓരോരുത്തരും ശ്രദ്ധിച്ചോളണം, കാരണം ഇത് എല്ലാവർക്കും ആവശ്യമാണ്. നിങ്ങൾ മനസ്സിൽ കാണാത്ത ഏതെങ്കിലും ഒരു പോയിന്റ് വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. കാരണം ജീവിതത്തിൽ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ആ സെന്റൻസ് എടുക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾ അത് എടുക്കുന്നില്ലെങ്കിലും വേറെ ഏതെങ്കിലും സമയത്ത് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഡു നോട്ട്, സിംഗുലർ ആണെങ്കിലാണ് യെസ്. അപ്പൊ ഇവിടെ നമ്മളത് ഉപയോഗിക്കാൻ പറ്റും. വേറെ എവിടെയെങ്കിലും നമുക്കൊരു ജോലിയുടെ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പൊ ഓരോരുത്തർക്കും പറ്റിയ പോയിന്റുകളൊക്കെ റെഡിയാക്കി വെച്ചേക്കാം. അപ്പൊ ശ്രുതി പറയുന്നത് ശ്രുതി എന്ന് പരിചയപ്പെടുത്തുകയാണ്. യെസ് സർ, മൈ നെയിം അതെ. പിന്നെ അടുത്ത് ഒന്നൊരു മെസ്സേജ് നോക്കിയതാണ്. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ ഡസ് നോട്ട്, പ്ലൂറൽ ആണെങ്കിൽ ഡു നോട്ട്. ഓക്കെ, അതിൽ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സിംഗുലർ ആയിട്ട് തോന്നുമെങ്കിലും പ്ലൂറൽ ആയിട്ട് പരിഗണിച്ചിട്ട് അതിന്റെ കൂടെ എസ് ചേർക്കേണ്ടതില്ല. ഓക്കെ, യെസ്. അപ്പൊ ശ്രുതി എന്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രുതിയുടെ പേര് തന്നെ പറയാം. മൈ നെയിം ഈസ് ശ്രുതി. ഞാൻ ആരാണ്? ശ്രുതിയാണ്. ഞാൻ എവിടെ നിന്ന് വരുന്നു അത് പറയാം. ഞാൻ എവിടെ നിന്ന് വരുന്നു. ഇനി ശ്രുതിയുടെ ക്വാളിഫിക്കേഷൻ പറയും. എവിടെ പഠിച്ചു, എന്താണ് ക്വാളിഫിക്കേഷൻ, അതിനെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ട്, അതിനെ കുറിച്ച് ശ്രുതിക്ക് പറയാം. ഞാൻ ഇന്ന കാര്യം കൂടി പാസ്സായിട്ടുണ്ട്, ഇന്ന കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യം ശ്രുതിക്ക് പറയാം. പിന്നെ റിമാർക്കബിൾ അച്ചീവ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ശ്രുതി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വർഷത്തെ ഏറ്റവും യൂണിവേഴ്സിറ്റി ടോപ്പ് സ്കോറർ ശ്രുതിയാണ്, അത് പറയാം. അതുമല്ല എങ്കിൽ ആ വർഷത്തെ ആ അക്കാഡമിക് ഇയറിലെ ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങിച്ചാൽ ശ്രുതിയാണ്, അത് പറയാം. അപ്പൊ അങ്ങനെ ശ്രുതിയെ കുറിച്ച് അങ്ങനെ പറയാം. അപ്പൊ പേര് പറഞ്ഞു, എവിടെ നിന്ന് വരുന്നു എന്ന് പറഞ്ഞു, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞു, അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് പറഞ്ഞു, റിമാർക്കബിൾ പ്രോഗ്രസ് ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ 5 പോയിന്റ്. ഇനിയും നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മുടെ ഹോബി എന്താണെന്ന് പറയാം. ഇനി നിങ്ങളിപ്പോ ചെന്നിരിക്കുന്ന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഹോസ്പിറ്റലില് PR-ന്റെ വർക്കിലാണ് നിങ്ങൾ പോയിരിക്കുന്നത് വിചാരിക്കും. PR നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് പറയാം. എക്സ്പീരിയൻസ്. ഇനി ഇതിൻ്റെ അകത്ത് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ മുമ്പ് നിങ്ങൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തെ കുറിച്ച് പറയാം. ഞാൻ മുമ്പ് ഇന്ന സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ട്, പ്രസന്റ്ലി ഐ ആം ഡൂയിങ് ഇന്ന, ഞാൻ ഇപ്പൊ വേറെ സ്ഥലത്താണ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. അങ്ങനെ നിങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞിട്ട് ലാസ്റ്റ് ദാറ്റ് ഈസ് ഓൾ അബൌട്ട് മൈ സെൽഫ് സർ, ഇത്രയുമാണ് എന്നെ കുറിച്ചുള്ളത്. ഇത് വെച്ചിട്ടാണ് ഇന്റർവ്യൂ പോലിരിക്കുന്ന ആളടുത്ത് ചോദ്യം ചോദിക്കും. അവര് നിങ്ങളെ അവർക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ശ്രുതിയില് ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ മനസ്സിലാക്കും. പിടികിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾ എല്ലാവർക്കും പിന്നെ അതൊരു 35 പേരെ കാണുന്നുണ്ട്. 35 പേരും അഭിമുഖീകരിക്കേണ്ടി വരുന്ന വിഷയമാണ്. എപ്പോഴും ഒരു ഇന്റർവ്യൂ ചെല്ലുമ്പോൾ അത് എവിടെയാണെങ്കിലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും വേറെ എവിടെയാണെങ്കിലും ചെല്ലുമ്പോൾ അവര് ആദ്യം നമ്മളത് കാണില്ല. കണ്ടു കഴിഞ്ഞിട്ട് അവർക്ക് പറ്റും. നിങ്ങളാണ് സ്ഥാപനത്തിന്റെ ഓണർ എന്ന് വിചാരിക്കും. യു ആർ ദി ഓണർ ഓഫ് എ ഹോസ്പിറ്റൽ. നിങ്ങള് ഒരാളെ വന്ന് പറയും, അയാളെ വെച്ചെന്ന് പറയുന്നു. നിങ്ങൾ ആദ്യം എന്ന് പറയും, ഞാൻ ഈ കുട്ടിയൊന്ന് കാണട്ടെ, ഞാൻ കണ്ടിട്ട് സംസാരിക്കട്ടെ, അതായിട്ട് ഞാൻ പറയാം. അപ്പൊ നിങ്ങൾ ആ കുട്ടിയെ കാണുന്നു, നിങ്ങൾ അയാളോട് ചിലപ്പോൾ 2 ചോദ്യങ്ങൾ ചോദിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ ചോദ്യം അറിയാവുന്നതുകൊണ്ട് നിങ്ങൾ ഇതിനെ ചിലപ്പോൾ ആ കുട്ടിയോട് ചോദിക്കും, നിങ്ങളെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ തന്നെ. അപ്പൊ അത് പറയുന്ന രീതിയിൽ നിന്ന്, ആ പറയുന്ന വാക്കുകളിൽ നിന്ന്, പറയുന്ന മെത്തേഡുകളിൽ നിന്ന് നിങ്ങൾ ആ വന്ന കുട്ടിയെ അളക്കും. ശരിയല്ലേ? യെസ്. അപ്പൊ നിങ്ങൾ കാൻഡിഡേറ്റ് ആയിട്ട് മാത്രം കാണാതെ
യു സപ്പോസ് ദാറ്റ് യു ആർ ദ ഓണർ ഓഫ് എ ഹോസ്പിറ്റൽ. നിങ്ങളാണ് അതിന്റെ ഓണർ എങ്കിൽ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും? ഇത് തന്നെയല്ലേ മറ്റേ ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്ന സ്ഥലത്തുള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇൻട്രൊഡക്ഷൻ പക്കയാക്കണം. അപ്പൊ ഇന്നും നാളെയുമായിട്ട് നമ്മുടെ ഇൻട്രൊഡക്ഷൻ പക്കയാക്കണം. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും വേറെ ആൾ പറയുമ്പോൾ അത് നല്ല പോയിന്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലും ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കും. ഓക്കെ, ശ്രുതിക്ക് ആലോചിക്കാനുള്ള സമയം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര നേരം നീട്ടി പിടിച്ചത്. അപ്പൊ അതുകൊണ്ട് ശ്രുതിക്ക് ആലോചിക്കാനുള്ള സമയം കിട്ടിക്കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ ശ്രുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് വീണ പറയുക. അത് കഴിഞ്ഞു കഴിഞ്ഞാല് നിമ്മി, ആതിര, അവരുകൂടി ആ ഒരു ക്രമത്തിൽ കൂടെ വരപ്പ ശ്രുതി, വീണ, നിമ്മി, ആതിര. ഓക്കെ, ഗെറ്റ് റെഡി ആയിക്കോളൂ. അപ്പൊ ശ്രുതി സ്റ്റാർട്ട് ചെയ്തു. ഇത് നിങ്ങൾക്ക് ഉപകാരത്തിൽക്കൊള്ളട്ടെ, ഡോണ്ട് വറി, ഇത് നിങ്ങൾക്ക് ഉപകാരത്തിൽക്കൊള്ളു. പറഞ്ഞോളൂ ശ്രുതി, തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. My name is Shruti. I am coming from Pathanamthitta. I am completed my BTech from Sri Narayana Guru College, Payyanur. Yes. I have no remarkable achievements. Yes, അതൊക്കെ എടുത്തു ഇല്ലെങ്കിൽ പറയണ്ട, നോ റിമാർക്കബിൾ പറയണ്ട, അതാണ് ആ വശം കിട്ടിയ. Yes. My hobby is gardening and cooking. Yes. And I'm working as a team leader in a company for 4 years before my marriage. Yes. Now I am doing a course in hospital administration. Okay. എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാനായിട്ട് Experience working as a team leader, sir. Okay. Yes. അപ്പൊ ഞാൻ ഇനി അടുത്തത് ആദ്യത്തോടൊക്കെ പിന്നെ ചോദിക്കാം. അടുത്ത ആളിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ നസീഷ ഓക്കെ, അതില നസീഷ. യെസ്, നസീഷ ഇല്ല. നസീഷയോട് എന്തോ ചോദിക്കാൻ പോലും എനിക്ക് നസീഷ മിണ്ടാണ്ടിരിക്കുന്നത് നോക്കാം. യെസ്, അഞ്ജന ശങ്കർ. അഞ്ജന എവിടെ? എല്ലാവരും ഭയപ്പെട്ടിരിക്കുകയാണ്. ഇല്ല, അഞ്ജന വരുന്നുണ്ട്. അഞ്ജന, ഗുഡ് മോർണിംഗ് സർ. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞതില് എന്തെങ്കിലും പോയിന്റ് ചേർക്കേണ്ടതായിട്ട് തോന്നിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും വിട്ടുപോയിട്ട് തോന്നിയോ? എന്തെങ്കിലും പോയിന്റ് ശ്രുതി പറഞ്ഞത് കേട്ടല്ലോ, കാണുമല്ലോ. അപ്പൊ അതിൻ്റെ അകത്ത് ഇന്ന കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്താമായിരുന്നു ശ്രുതിക്ക് എന്ന് തോന്നിയ എന്തെങ്കിലും? പഠിച്ച സ്കൂളിനെ കുറിച്ചും ബാക്കി കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നു. പഠിച്ച സ്കൂളിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചും ഒന്നും കൂടി ഒന്ന് പുകഴ്ത്തി പറയാമായിരുന്നു, ഒന്നും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യാമായിരുന്നു. പിന്നെ ഫാമിലിയെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഫാമിലിയെ കുറിച്ച് കഴിയുമ്പോൾ ഒരു സെന്റൻസ് ഒന്ന് പറയാമായിരുന്നല്ലേ? ഐ ആം മാരീഡ് അല്ലെ, ചൈൽഡ്, അങ്ങനെ ഒന്ന് രണ്ട് വാചകം വേണമെങ്കിൽ പറയാമായിരുന്നു. പിന്നെ എന്ത് തോന്നി? ഓക്കെ, അഞ്ജന രണ്ടെണ്ണം പറഞ്ഞല്ലോ. വെരി ഗുഡ്. ഓക്കെ. ഓക്കെ, താങ്ക് യു. ബാക്കിയുള്ളവർ ഒബ്സർവ് ചെയ്തപ്പോ എന്തെങ്കിലും ശ്രുതിക്ക് ഒരു സജഷൻ കൊണ്ട് ഇന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തുകൊണ്ട് അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോ എന്ന് പറയാൻ പറ്റിയ വേറെ ആരെങ്കിലും കണ്ട പോയിന്റ് ഉണ്ടെങ്കിൽ പറയാം. ഹലോ സാർ, പറഞ്ഞോളൂ ജോബി. സ്ട്രെങ്ത് പറയാമായിരുന്നു, ഹോബീസ് പറയാമായിരുന്നു. സ്ട്രെങ്ത് പറയാമായിരുന്നു. അതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ശ്രുതിക്ക് വേണമെങ്കിൽ വേറൊരു പറയാമായിരുന്നു. എനിക്ക് ഏതെല്ലാം ഭാഷകൾ കൈകാര്യം ചെയ്യാൻ അറിയാം അന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. ഒരുപക്ഷെ മലയാളം, തമിഴ്, ഇംഗ്ലീഷ്. ഈ കമ്പനിക്ക് തന്നെ, ഈ ഹോസ്പിറ്റലിന് തന്നെ നോർത്ത് ഇന്ത്യയിലെ ഒരു ബ്രാഞ്ച് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പരിഗണിക്കും. ഇപ്പൊ ശ്രുതി അവിടെ പറയാണ്, ഐ ക്യാൻ സ്പീക്ക് ഫ്ലുവന്റ്ലി ഇൻ ഇംഗ്ലീഷ്, മലയാളം ആൻഡ് തമിഴ് എന്ന് പറയുമ്പോൾ അവരൊരു പക്ഷേ തമിഴ് അറിയാല്ലേ? യെസ്,
അപ്പൊ അവരൊരു വിഷയം ക്ലിക്ക് ആവും. ഓ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ മറ്റേ പ്രോജക്റ്റോട് ഈ കുട്ടികൾ ഉൾപ്പെടുത്താനും. യെസ്. അപ്പൊ നിങ്ങളെ കുറിച്ച് അവർക്കൊന്നും അറിയില്ലല്ലോ. ശ്രുതി കൊടുക്കുന്ന അറിവിൽ നിന്നല്ല അവർക്കറിയാൻ പറ്റുന്നത്. യെസ്. അപ്പൊ അത് പറയാമായിരുന്നു, ഒരു പോസിബിൾ സൈഡ് പറയാമായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഞാനിത് ശ്രുതിയോട് മാത്രമാണ് പറയുന്നത്, എല്ലാവരും കൂടിയാണ്. അപ്പൊ അവര് അത് നിങ്ങളത് സേവ് ചെയ്ത് വെക്കാം. പിന്നെ ശ്രുതിയെ അഭിനന്ദിക്കാൻ ശ്രുതി ധൈര്യസമേതം ആദ്യം വന്നത് പറഞ്ഞു. അപ്പൊ ശ്രുതിക്ക് കുറച്ചും കൂടി ആലോചിക്കാനായിട്ടുള്ള സമയം കിട്ടിയിരുന്നെങ്കിൽ, ചിന്തിക്കാനുള്ള കുറച്ച് സമയം കിട്ടിയിരുന്നെങ്കിൽ ശ്രുതി വേറെ ഒരു ലെവലിലോട്ട് വന്നേനെ. അപ്പൊ ആ ഒരു കേപ്പബിലിറ്റിയെ അല്ലെങ്കിൽ ആ ഒരു ആദ്യം വരാൻ കഴിച്ച മനസ്സിന് ഓക്കെ. ഓക്കെ ജൂബി, ഇനി വേറെ എന്ത് പ്രോബ്ലം തോന്നിയത്? ഹോബീസ് വേണമെങ്കിൽ പറയാമായിരുന്നു. ഹോബീസ് വേണമെങ്കിൽ ഒന്ന് പറയാമായിരുന്നു. അങ്ങോട്ട് ആ വശത്തേക്കും തൊട്ടില്ല അല്ലേ? പക്ഷെ പറഞ്ഞിരുന്നല്ലോ, ഗാർഡനിങ് എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ ഇല്ലേ? അത് പറഞ്ഞിരുന്നു. ഓക്കെ 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 ഓക്കെ. ഹോബി പറഞ്ഞിരുന്നു. ഓക്കെ 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 ഓക്കെ. പിന്നെ മെമ്മറീസ് പറയായിരുന്നു സാർ. മെമ്മറി ഒരു മെമ്മറി പറയാമായിരുന്നു. അത് വേണമെങ്കിൽ ഒന്നുകൂടി എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാല് നമ്മളുടെ ശ്രുതിയുടെ മനസ്സിലുള്ള ഒരു അംബീഷൻ ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയാമായിരുന്നു. മൈ അംബീഷൻ ഈസ് ടു വർക്ക് ഇൻ എ റെപ്യൂട്ടഡ് ഹോസ്പിറ്റൽ എന്നൊരു വാചകം വേണമെങ്കിൽ ചേർക്കാൻ പറ്റും. അപ്പൊ അതിനകത്തൊരു പ്രത്യേകതയുണ്ട്. അത് കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന ചോദ്യത്തില് എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാൻ കാരണമെന്ന് ചോദിക്കും. അപ്പൊ അതിനുള്ള ആൻസർ നമ്മൾ മനസ്സിലുണ്ടാവണം. നമ്മൾ പറയുന്ന വാചകത്തിൽ നിന്നാണ് അവർ അടുത്ത ചോദ്യം ഫ്രെയിം ചെയ്യുന്നത്. യെസ്, അവര് ഒന്നിലധികം പേര് ഇരിപ്പുണ്ടാവും. നമ്മൾ പറയുന്ന എല്ലാ വാചകങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടിരിപ്പുണ്ടാവും. അപ്പൊ ഒരു സാധനം വേണമെങ്കിൽ അവിടെ ഇട്ട് കൊടുക്കാമായിരുന്നു. യെസ്. ഓക്കെ 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 ഓക്കെ. അത് കറക്റ്റ് ആണ് പോയത് കേട്ടോ. വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. അപ്പൊ ഓക്കെ, നിങ്ങൾക്ക് അപ്പൊ ക്ലീൻ ആയിട്ട് അത് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ നമുക്ക് അടുത്ത ആളിലേക്ക് വരാം. വീണ. യെസ്, പറഞ്ഞോളൂ വീണ. അപ്പൊ ആദ്യം ഇല്ല, ആദ്യം നിമ്മി റെഡിയാണ്. നിമ്മി നിന്ന് നിമ്മിയെ കാണാനില്ല അല്ലേ? അപ്പൊ നിമ്മി ഇല്ലെങ്കിൽ ആഷ്ലിനെയും കാണുന്നില്ല. ആഷ്ലി ഇല്ല. അത് കഴിഞ്ഞ് അപ്പൊ വീണ കഴിഞ്ഞാല് ഭാഗ്യ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നാണല്ലോ. ഓക്കെ, ഭാഗ്യ രമേശ് ഗെറ്റടി. നിമ്മിക്ക് ശേഷം ഗെറ്റടി. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, നിമ്മിക്കല്ല, വീണയ്ക്ക് ശേഷം. Veena, you start. Sir, my name is Veena. I am coming from Ernakulam. Yes. I have completed civil engineering and working in a construction company for 10 years. Yes. I am married. Yes. I want to work in hospital. Now I am studying hospital administration. Yes. My hobby is singing. I am married. Yes. ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് മൈസെൽഫ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കേണ്ട. പറയാനുള്ളത് പറഞ്ഞോളൂ വീണ. ലാസ്റ്റ് ആവുമ്പോഴേ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് മൈസെൽഫ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരും നിങ്ങൾ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ പോവുകയാണെങ്കിൽ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എഴുതി തയ്യാറാക്കണം. അത് ബൈഹാർട്ട് പഠിക്കണം. എന്നിട്ട് ബൈഹാർട്ട് പറയുന്ന പോലെ തോന്നാത്ത രീതിയിൽ അത് അവതരിപ്പിക്കാൻ വേണം. നല്ല ഒഴുക്കോടുകൂടി നല്ല ക്ലീൻ ആയിട്ട് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ കുട്ടി മതി നമുക്ക് എന്ന് പറയണം. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ വീണ കയ്യിൽ മെറ്റീരിയൽസ് ഇരിപ്പുണ്ട്. പക്ഷെ ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ്, ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടാത്തത് കൊണ്ടാണ് അത് അങ്ങനെ വന്നത്. സംഗതി ഉണ്ടെന്നാലും എന്താ പറയുക, കാലിബർ ഉണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, അത് പറയാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമ്മൾ ഇപ്പോഴും വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. വെൽ പ്രിപ്പയർഡ്. കാരണം ഈ ബോർഡ് നമ്മുടെ കോർട്ടിലേക്ക് അവർ ഇട്ടിരുന്നതാണ്.
അത് നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിട്ട് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. ഓക്കെ വീണ, യു ട്രൈ നെക്സ്റ്റ് ടൈം. ഓക്കെ 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 ഓക്കെ. അപ്പൊ ബാക്കി കഴിഞ്ഞ് നമുക്ക് ലിബിയയിലോട്ട് വരാം. ലിബിയ, മഞ്ജു, മജോ റെഡി ആയിക്കോളൂ. ഓക്കെ, പറഞ്ഞോളൂ ബാക്കി. സാറേ ഒരു മിനിറ്റ്, എനിക്ക് സിസ്റ്ററിന് ഒരു OTP പറഞ്ഞു കൊടുക്കണം, അതുകൊണ്ട് ഒരാൾ കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്, നോ പ്രോബ്ലം നോ പ്രോബ്ലം. യെസ്, ഓക്കെ 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 ഓക്കെ. അപ്പൊ ലിബിയ റെഡിയാണോ? യെസ് സർ. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. പറഞ്ഞോളൂ ലിബിയ. ലിബിയ കഴിഞ്ഞിട്ട് നമുക്കിത് ബിനി അലക്സ് അല്ലേ? ബിനി അലക്സ് റെഡി ആയിക്കോളൂ കേട്ടോ. യെസ്, ഞാൻ പറയുന്നത് കാണുന്ന പേരുകളാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മെസ്സേജ് വിടാം, സാറേ അടുത്ത് ഞാൻ പറഞ്ഞു നോക്കാം. അത് നിങ്ങൾക്ക് അതിനുള്ള പ്രിവിലേജ് നിങ്ങൾക്കുണ്ട്. യെസ്, മാറി നിൽക്കരുത്. മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഇതേ സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് പതറിപ്പോവും. ഒരു പ്രാവശ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലോ ഒരു ചെറിയൊരു കോൺഫിഡൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഷാർമിത പറയുമ്പോഴേ ഞാൻ പറയാം. ഓക്കെ ലിബിയ പറഞ്ഞോ. തെറ്റുണ്ടെങ്കിൽ പറയണുണ്ട്. അത് നമ്മൾ പറയുമല്ലോ, അതുകൊണ്ട് പറയും. I'm Libya. This is my first interview. I am so excited in front of you. I am completed my diploma course in Smartstream Academy. I know about English, Malayalam, Tamil very well. Drawing, stitching, cooking is my hobbies. I dropped out my degree from Christ College in Irinjalakoda for the reason of pregnancy, and I take 10 years gap for my children's. My ambition to work a hospital for the reason of I spend a lot of time with my father. He is a cancer patient. I understood our life is a very important part of hospital and medicine. About the hospital facilities, at that time I decided to work a hospital. Thank you. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. കുറച്ചുകൂടി പോളിഷ് ആയ ലാംഗ്വേജ് നമുക്ക് പറയാം. കുറച്ചുകൂടി ഇപ്പൊ നേരത്തെ പറഞ്ഞു ഐ നോ ഇംഗ്ലീഷ് എന്ന് പറയുന്നതൊക്കെ കൂടുതലായിട്ട് ഐ ആം കോൺഫിഡൻറ്റ് ടു ഹാൻഡിൽ ദ ലാംഗ്വേജ് ഇംഗ്ലീഷ്, തമിഴ്, അങ്ങനെയാണ് പറയാം. എനിക്ക് അറിയാം എന്നുള്ള കൂടുതൽ നമ്മൾ പറയുന്നത് എനിക്കത് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നൊരു വിശ്വാസമുണ്ട്. ഐ ആം കോൺഫിഡൻറ്റ്. അതിനോ എന്നുള്ളത് അങ്ങനെ കുറച്ചുകൂടി ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് നല്ലൊരു ലാംഗ്വേജ്. കോൺഫിഡന്റ് വെൽ എന്ന് പറയാല്ലേ സാറേ? എന്തോ ഐ കോൺഫിഡന്റ് വെൽ എന്ന് പറയാല്ലേ? ഐ ആം കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഐ കോൺഫിഡൻറ്റ് വേണ്ട, ഐ ആം കോൺഫിഡൻറ്റ്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ലിബിയ, നന്നായിട്ടുണ്ട്. ഒന്നുകൂടി നമുക്ക് എഡിറ്റ് ചെയ്യാനുണ്ട്. യെസ് യെസ്, ഓക്കെ 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 ഓക്കെ. യെസ്, അപ്പൊ നമുക്ക് അടുത്ത ആളേക്ക് വരുന്നതിന് മുമ്പ് ഷാർബിയെ കഴിഞ്ഞിട്ട് വരാം. യെസ്, ഓക്കെ ഓക്കെ. ഐ ആം ഫ്ലൂവന്റ് എന്ന് പറയുമ്പോഴേ നമുക്കതൊരു അഹങ്കാരം പറയുന്ന പോലെ വരും. അപ്പൊ അത് വേണ്ട, നമുക്ക് ഐ ആം കോൺഫിഡന്റ് എന്ന് പറയാം കേട്ടോ. യെസ്, ഓക്കെ. അവര് നമ്മളെ എന്താ പറയാ, നമ്മുടെ ഏറ്റവും നല്ല ഫേസ് പുറത്തേക്ക് വെച്ചാൽ നല്ല എലിമെന്റ്സ് നമുക്കറിയാം നമ്മുടെ ഓക്കെ ഭാഗ്യം വരാം റെഡി ആയിട്ടില്ലേ? അപ്പൊ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഷർബിയ കഴിഞ്ഞിട്ട് നമുക്ക് ഭാഗ്യയിലോട്ട് വരാം. ഷർബിയ പറഞ്ഞു. Hello, sir. Yes, hello. My name is Sharmita from Calicut. Yes. I am BCom graduated from Calicut University. Yes. I have 6 months experience as a receptionist in my nearest hospital. Yes. I am married. I have 2 children. Yes. I special technical skills for Tally, Peachtree, QuickBooks, etc. Yes. I know English and Malayalam language Yes. fluently. My hobbies, reading books and hearing music. Yes. That's That's all.
Okay. Very good. Okay. Yes. ഒന്നുകൂടി അങ്ങനെ റെഡിയാവാറുണ്ട് ഷർമിത. റെഡിയാക്കാം. ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇല്ലേ? നോ പ്രോബ്ലം. ഭാഗ്യ പറഞ്ഞോളൂ. ഭാഗ്യ പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അടുത്തത് നമുക്ക് വേറെ ഉള്ള പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല. ഭാഗ്യ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ലിബിയ, അത് കഴിഞ്ഞിട്ട് ബിനി അലക്സ്. ഓക്കെ. യെസ് പറഞ്ഞോളൂ. Good afternoon, all. Good afternoon. I am Bhagyalakshmi from North Paravur. I have completed BA B.Ed in Dakshina Bharata Hindi Prajar Sabha. Yes. I have 6 years teaching experience in Little Heart School, North Paravur. Yes. My biggest achievement is my students to make them a Yes. good person. In my Yes, very family, included only my mother. My Yes. parents are my strength. Doing Yes. blog in YouTube channel is my hobby. I am a Yes. confident and a self-respected person. Thank you. Yes. Okay. Yes. Okay. Very good. Okay, Bhagya. Yes. Okay. കുറച്ചുകൂടി ടീച്ചേഴ്സ് ഉൾപ്പെടുത്താമായിരുന്നു. കുറച്ചുകൂടി കാര്യങ്ങൾ ഉൾപ്പെടുത്താമായിരുന്നു. ഇപ്പൊ പെട്ടെന്നുള്ള സമയമായതുകൊണ്ടാണ് ഉൾപ്പെടുത്താതെ വന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ലിബിയ പറഞ്ഞോളൂ. ലിബിയ ലിബിയ നേരത്തെ പറഞ്ഞതാണല്ലേ? ഓക്കെ. സോറി. ബിനി പറഞ്ഞോളൂ. ബിനി അലക്സ്. ഓക്കെ. അതായത് ബിനി അലക്സ് ഗെറ്റ് റെഡി. അഞ്ജന, റിൻസി, ബൻഷിറ ഒക്കെ റെഡി ആയിക്കോളൂ. അപ്പൊ നമുക്ക് ജൂബിയിൽ നിന്ന് ആരംഭിക്കും. ജൂബി പോൾ കണ്ടിന്യൂ. Good morning. My name is Jubi Paul. I am from Thrissur. My qualification is BSc Zoology and Nursing. My strength is I know 3 languages: Hindi, Malayalam, and Tamil. Little bit of English. And I am a hardworking person, self-motivated, and multitasker. My hobbies is playing badminton and listening melody songs. And my goal is to get a job in a reputed hospital and improve my skill. Thank you. Yes. Very good. Okay. Jubi, കുറച്ചുകൂടി നമുക്ക് ഓക്കെ ആൻസർ പറഞ്ഞോളൂ. കുറച്ചുകൂടി നമുക്ക് കാര്യങ്ങൾ ഉൾപ്പെടുത്താണ്ടില്ല കേട്ടോ. ആൻസർ പറഞ്ഞോളൂ. ആൻസർ തോമസ്. Good afternoon, sir. Yes, good afternoon. This is Ansu Thomas, born and brought up in Arunachal Pradesh. I did my BCom and MCom from North Chhattisgarh from Ravi Shankar Shukla University. I did my I have 1 year of experience in collection accounts, and I was in NGO department working as an accountant in Assam. Yeah, I got married in 2019 and I have 1 little baby girl. Now I'm doing hospital administration. Yeah, thank you. Okay. Very good. Okay, ആൻസർ കുറച്ചുകൂടി വ്യത്യാസം ഉൾപ്പെടുത്താം. സമയം കുറവുണ്ടായിരിക്കാം. Okay. Very good. Yes, അഞ്ജന. യെസ്, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, നിങ്ങൾക്ക് ഇങ്ങോട്ട് പറയട്ടെ. ബിനി അലക്സ്, ആർ യു റെഡി? ഓക്കെ. അഫ്ല പറയുന്നു, ഞാൻ പറഞ്ഞു നോക്കാമെന്ന്. ഓക്കെ അഫ്ല പറഞ്ഞോളൂ. അഫ്ല. Good afternoon, all. Myself, Afla Shelim from Perumbavoor. I am a housewife and mother of 2 children. My qualification is +2, and now I am doing the course hospital administration. I speak Tamil and English. My hobby is cooking and listening music. And I loved the hospital field. Then my ambition is to get a job in a reputed hospital. Thank you. Yes. Okay. Very good. Okay. Yes. അപ്പൊ നമുക്ക് ഗായത്രി. യെസ്, ഗായത്രി. ഗായത്രിയിൽ കിട്ടിയില്ല. ശരണ്യ.
Hello. ഓക്കെ ഓക്കെ ശരി, റെഡി ആയിട്ട് ഒരു മിനിറ്റ്. എല്ലാവർക്കും ക്ലാസ് കട്ടായിട്ട് പോകുന്നുണ്ടോ? നമ്മുടെ ബിരി ഇലക്ഷൻ എങ്ങനെ പോകുന്നുണ്ടെന്ന് പറയുന്നു. ബാക്കിയുള്ളവർക്ക് കുഴപ്പമുണ്ടോ നോക്കി? അപ്പൊ ബിനി അവിടെ നെറ്റിന്റെ പ്രോബ്ലം ആയിരിക്കും. ഓക്കെ. ശരണ്യ. Hello. ശരണ്യ. ഓക്കെ. ഇപ്പോ ഇവരിത്രയും പേര് ഇവിടെ വന്ന് അവരിവിടെ കാര്യങ്ങൾ പറഞ്ഞത് കേട്ട് കാണുമല്ലോ. ഇനി ഞാൻ വളരെ ഡിപ്ലോമാറ്റിക്കും നയപരവുമായിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുന്നു. ഇതിൽ നിന്ന് ഒരാളെ ശരണ്യ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആരെ സെലക്ട് ചെയ്യും? ഒരു വേക്കൻസി ഉണ്ട്, ഇത്രയും പേര് പങ്കെടുത്തു, അവരോട് ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളൂ. ആ ചോദ്യം ഏതാണ്? ഈ ഒരു ചോദ്യം, ഗീവ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് യുവർസെൽഫ്. അപ്പൊ അവർ ഇത്രയും പേര് പറഞ്ഞു. whom you will select? എന്തൊരു ടാസ്ക് ആണല്ലോ സാറേ. ടാസ്ക് ഒന്നും അല്ലേ? അല്ലെങ്കിൽ വേണമെങ്കിൽ എനിക്ക് കുഴപ്പമില്ലെന്ന് തോന്നിയത് ഭാഗ്യ, പിന്നെ വേറെ ആരൊക്കെയോ പിന്നെയും വന്നു. പറഞ്ഞോളൂ. പിന്നെ എനിക്ക് പേര് ഓർമ്മയില്ല. യെസ്, അപ്പൊ കുഴപ്പമില്ല. ഓക്കെ ശരിയാണ്. ഇനി നിങ്ങൾ പക്ഷെ കേൾക്കുന്ന ആ ഒരു സംഭവം തന്നെയാണത്. നമ്മുടെ കയ്യിൽ ഒരാളെയെ കുറിച്ച് പറയില്ല. കാരണം എന്താ പറയുക, എല്ലാവരുടെ കയ്യിൽ സംഘം സ്റ്റോക്ക് ഉണ്ട്. അതെനിക്ക് മനസ്സിലായി. ഒന്ന് പോളിഷ് ചെയ്തെടുക്കണം, അത്രേ ഉള്ള വ്യത്യാസം. ഇതിപ്പോ പെട്ടെന്ന് പറഞ്ഞത് കൊണ്ടുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ മനസ്സിൽ പറയുന്നുണ്ടാവും, സാർ ഒരു ദിവസം ഞങ്ങൾക്ക് താ, ഇന്നൊരു ദിവസം ഞങ്ങൾക്ക് താ, നാളെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ സാധനം വെടിക്കെട്ട് സ്റ്റൈലിൽ ഞങ്ങൾ അവതരിപ്പിക്കും എന്ന് മനസ്സിൽ പറയുന്നവരുണ്ടാവും. ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് പറ്റതല്ലോ. അത് ഞങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഞങ്ങൾ പ്രിപ്പയർ ചെയ്യും, ഗെറ്റ് റെഡി. അപ്പൊ അങ്ങനെ ഒരു ടാസ്ക് ഉണ്ട് എന്ന് ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. ഈ വിഷയം നിങ്ങളുടെ പരിഗണനയിൽ ഇരിക്കട്ടെ. നാളെയല്ലേ നമ്മുടെ അടുത്ത ക്ലാസ്. അപ്പോഴൊക്കെ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് മാനസികമായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഗുണകരമാകും. ഒന്നുകൂടി പ്രിപ്പയർ ചെയ്യാം. നിങ്ങളുടെ പേര്, എന്തെല്ലാം ക്വാളിഫിക്കേഷൻ, എന്തെല്ലാം പഠിച്ചു, അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ അറിയാം, എന്തൊക്കെ ഉണ്ട്, ഏതൊക്കെ ഭാഷ. ഓക്കെ. നമുക്ക് ഇതിന്, അതായത് ഇംഗ്ലീഷിൽ നമുക്ക് പരീക്ഷ അല്ല നമുക്ക് വേണ്ടത്. നിങ്ങളെ ഒരു ഇംഗ്ലീഷിൽ സംസാരിക്കാനായിട്ടുള്ള പേടി മാറ്റുക അതുകൊണ്ട് മാത്രം കേട്ടോ. പരീക്ഷ സംസാരിക്കുക, അതിനെക്കുറിച്ച് ആ ഒരു സംഗതി. ഓക്കെ. അപ്പോ അത് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യുക. ഇതിനൊന്ന് റെഡിയാക്കിയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളത് നിങ്ങളുടെ മൊബൈലിലെ വോയിസ് റെക്കോർഡ് ഓൺ ആക്കിയിട്ട് ഒന്ന് പറഞ്ഞു നോക്കുക. അത് പറഞ്ഞു നോക്കിയതിന് ശേഷം അത് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് തന്നെ തോന്നും, അത് പറയുമ്പോൾ കാണാപ്പാടം പഠിച്ചിട്ട് പറയുന്ന പോലെ ഫീൽ ചെയ്യണ്ട, അല്ലെങ്കിൽ അല്ലാത്ത രീതിയിൽ ഫീൽ ചെയ്യണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കും. ഓക്കെ. സാനു പറയുന്നു നാളെ ഞാൻ തകർത്തോളാം എന്ന് പറയുന്നു. ഓക്കെ സാനു, ഓക്കെ. ഐ ആം കോൺഫിഡന്റ് അബൌട്ട് യു. വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരെ കുറിച്ച് ഞാൻ ഒരു സന്ദർഭോചിതമായിട്ടൊരു കാര്യം പറയുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇതേപോലെ ഒരു വലിയൊരു കമ്പനിയിലേക്ക് ഒരാളെ സെലക്ട് ചെയ്യണം. ഒരു അക്കൗണ്ടിനെ വേണം. ആ അക്കൗണ്ടിന് വൈകുന്നേരം ശമ്പളമൊക്കെ ഉണ്ട്, ലക്ഷക്കണക്കിന് ഇവിടെ ശമ്പളമുണ്ട്, ഫ്രീ ആയിട്ട് ക്വാർട്ടേഴ്സ്, വാഹനം, ഇതെല്ലാം ഉണ്ട്. യെസ്. അപ്പോ അതിന്റെ ഓണർ വന്നിട്ട്, ആ കമ്പനിയുടെ ഓണർ വന്നിട്ട് ഒരു ചോദ്യമാണ് ചോദിച്ചത്. ചോദ്യം ഇതാണ്: 4 + 4 = ഡാഷ്. 4 + 4 = എത്രയാണെന്ന് ചോദ്യം ചോദിച്ചു. ഓക്കെ. അപ്പോ ആ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ആരോടെ ചോദിക്കുന്നത്? ഓക്കെ, ലിബിയ. 4 + 4 = yes. Sandra Group. Yes. Afla. Yes, sir. 4 + 4 =
8. 8. ഇത് നമ്മൾ ആദ്യം കേൾക്കി പറയുന്ന മറുപടിയാണ് അല്ലേ? 4 + 4 = 8. അപ്പൊ നമ്മൾ ഒരു കാര്യം ചിന്തിക്കുക. പണ്ട് ഒരു പരീക്ഷയ്ക്ക്, അതായത് ബാങ്ക് ടെസ്റ്റിന് ചോദിച്ചൊരു ചോദ്യമാണ്, 25-ൽ നിന്ന് 5 എത്ര പ്രാവശ്യം മൈനസ് ചെയ്യാം? 25-ൽ നിന്ന് 5 എത്ര പ്രാവശ്യം മൈനസ് ചെയ്യാം? ശ്രുതി, എത്ര പ്രാവശ്യം ചെയ്യാൻ പറ്റും? 1 time. വെരി ഗുഡ്. യെസ്. സാനു പറഞ്ഞു 5 ടൈം അല്ലേ? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 25-ൽ നിന്ന് 5 എത്ര പ്രാവശ്യം മൈനസ് ചെയ്യാമെന്ന് ചോദിക്കുന്നത് ഡിഗ്രി പാസ്സായ ഒരു കുട്ടിയോടാണ്. അപ്പൊ തന്നെ നിങ്ങൾ ചിന്തിക്കണം, ഇത്രയും സിമ്പിൾ ആയിട്ട് ഈ ചോദ്യം വരില്ല. ദർ ഇസ് എ ലോജിക് ബിഹൈൻഡ് ഇറ്റ്. ഇതിന് പിന്നിൽ എന്തുണ്ടാവും? ഒരു ലോജിക് ഉണ്ടാവും. യെസ്. ഇപ്പൊ ഇവിടെ നേരത്തെ സാനു പറഞ്ഞു 25-ൽ നിന്ന് 5 5 ടൈംസ് മൈനസ് ചെയ്യാൻ വരും. അത് സാനു വളരെ ക്ലീൻ ആയിട്ട് ചിന്തിച്ചു. ആദ്യം 25-ൽ നിന്ന് 5 പ്രാവശ്യം 5 × 5 25. പക്ഷെ ശ്രുതി പറഞ്ഞു 1 ടൈം. കാരണം അത് കറക്റ്റ് ആണ്, അതാണ് കറക്റ്റ് ആൻസർ, 1 ടൈം. കാരണം എന്താണ്? 25-ൽ നിന്ന് ഒരു പ്രാവശ്യം നമ്മൾ 5 മൈനസ് ചെയ്ത് ബാക്കി 20 ഉള്ളൂ. പിന്നെ 20-ൽ നിന്നാണ് മൈനസ് ചെയ്യുന്നത്. ചോദ്യം ചോദിച്ചപ്പോൾ 25-ൽ നിന്ന് എത്ര പ്രാവശ്യം? 25-ൽ നിന്ന് 1 ടൈം വേണം. മനസ്സിലായില്ലേ? അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, 4 + 4 = എന്ന് ചോദിച്ചു. അപ്പൊ ഇത്രയും MBA ഡിഗ്രി കഴിഞ്ഞ ആളോടാണ് ചോദിക്കുന്നത്. അപ്പൊ ഓരോരുത്തരും പറഞ്ഞു 8. അപ്പൊ ഓർഡർ ചെയ്യും, ഔട്ട്. അടുത്ത ആളോട് ചോദിച്ചു, അയാളോട് പറഞ്ഞു 8. അയാളോട് ഔട്ട് ഔട്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം അയാളോട് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചു പേരെ അതിന്റെ ഇടയ്ക്ക് ചൂടായി. കാരണം ഞങ്ങളെ വിളിച്ചു വരുത്തി ആക്ഷേപിക്കാനാണോ എന്ന് ചോദിച്ചു. ഇത്രയും ഇത് ചോദിക്കാൻ വേണ്ടിയിട്ടാണോ ഞങ്ങൾ ആക്ഷേപിക്കുന്നത് ചോദിച്ചു. ലാസ്റ്റ് വന്ന ആളോട് പറഞ്ഞു, അയാളോട് ചോദിച്ചു 4 + 4 =. അപ്പൊ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു, എത്രയാണ് ആക്കേണ്ടത്? 10 ആക്കണോ? ആക്കിത്തരാം. 7 ആക്കണോ? ആക്കിത്തരാം. ഇനി 0 ആക്കണോ? ആക്കിത്തരാം. യെസ്. അവർ അക്കൗണ്ടന്റിന് പോസ്റ്റ് ആയിരുന്നു. ഓണർ വിചാരിക്കുന്ന പോലെ കണക്കുകൾ റെഡിയാക്കി കൊടുക്കാൻ ആർക്ക് സാധിക്കുമെന്ന് മനസ്സിലായി. യെസ്, ഈ അക്കൗണ്ടിനെ പറ്റി എന്നതാക്കണം പറഞ്ഞാൽ മതി, ആക്കിത്തരാം. അവിടെയാണ് നമ്മുടെ കേപ്പബിലിറ്റി. യെസ്, അതായിരിക്കണം അതിന്റെ ആൻസർ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ എപ്പോഴും നമ്മളൊരു ലോജിക്കായിട്ട് ചിന്തിക്കുക. അപ്പൊ എല്ലാ കാര്യത്തിലും നമ്മൾ ലോജിക്ക് നോക്കുക. അല്ലെങ്കിൽ ഇത്രയും പ്രായവും പക്വതയും വിവരവും വിദ്യാഭ്യാസവും ഉള്ള നിങ്ങളോട് ഇത്രയും എളുപ്പമുള്ള ചോദ്യം ചോദിക്കും. അപ്പൊ അതിന്റെ പിന്നിൽ മനസ്സിലാക്കുക, ഇതിന്റെ പിന്നില് ലോജിക് ബിഹൈൻഡ് ഇറ്റ്. അതിന് പിന്നിൽ ലോജിക്ക് പേര് നമ്മൾ ആലോചിക്കുക. അത് അങ്ങനെ നമ്മളതിന് മറുപടി പറയും. ഓക്കെ, യെസ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അടുത്ത ദിവസം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? കറക്റ്റ് ആയിട്ട് ഈ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു. ആ ഇൻട്രൊഡക്ഷൻ കഴിയുമ്പോൾ ഞാൻ ശരണ്യനെ തന്നെ ഏൽപ്പിക്കുകയാണ്. ശരണ്യെ ഒരാളെ നമുക്ക് സെലക്ട് ചെയ്യും. അതിൽ നിന്ന് ഒരാളെ നമുക്ക് ജോലിക്ക് നമുക്ക് എടുക്കണം. അപ്പൊ ഇന്നല്ലേ ശരണ്യക്ക് റെക്കമെൻഡേഷൻ വരും എന്നല്ലേ വന്നുകൊണ്ടിരിക്കട്ടെ? യെസ്, ഇന്ന് തന്നെ വരും റെക്കമെൻഡേഷൻ. എന്നെ എടുക്കുക പറഞ്ഞിട്ട്. യെസ്, നല്ല കാൻഡിഡേറ്റ് ആണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരിക്കല് ഒരു ബാങ്കിന്റെ ഒരു ഹൗ ടു ഫേസ് ഇന്റർവ്യൂ ബോർഡ് എന്ന് പറയുന്ന ഒരു ക്യാമ്പിൽ ഞാൻ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കേട്ടോ, I was nearly 20 years of old ആ സമയത്ത്. അപ്പൊ അന്ന് അവിടെ ക്ലാസ് എടുത്ത ഒരു ഡോക്ടർ പൊതുവാൾ, അദ്ദേഹം നമ്മുടെ കൊച്ചി യൂണിവേഴ്സിറ്റിയിലെ കരിയർ ഗൈഡൻസ് ബ്യൂറോന്റെ ഓഫീസറാണ്. അപ്പൊ അദ്ദേഹം അന്ന് പറഞ്ഞ പല കാര്യങ്ങളിലും ഒരു കാര്യം, ഒരു ബാങ്കിന്റെ ഇന്റർവ്യൂ നടക്കുകയാണ്. അപ്പൊ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാങ്കിന്റെ ചെയർമാൻ വന്നിട്ട് ഇദ്ദേഹത്തോട് വന്ന് പറഞ്ഞു, എല്ലാവരും പറഞ്ഞു, ആസ് ഫാർ ആസ് പോസിബിൾ ട്രൈ ടു അവോയ്ഡ് ലേഡീസ് എന്ന്. കഴിയാവുന്നത്ര പെൺകുട്ടികളാണ് ഒഴിവാക്കിയേക്കുന്നത്. എന്തെങ്കിലും അത് മാർക്ക് കുറച്ചിട്ട് കൊടുത്ത് ഒഴിവാക്കിക്കൊള്ളാം. അപ്പൊ അതിന് അദ്ദേഹം പറഞ്ഞ കാരണം ഇതാണ്. കാരണം നമുക്ക് ഇന്ത്യയിൽ മുഴുവനും ഇതിന് ബ്രാഞ്ചസ് ഉണ്ട്. എല്ലായിടത്തേക്കും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. അപ്പോൾ ലേഡീസ് ആകുമ്പോൾ പിന്നെ പോകില്ല. അവര് പിന്നെ പോയില്ല എങ്കിൽ ജോലി രാജിവെക്കും. പിന്നെ ആ അടുത്ത ഒഴിവ് നികത്തുന്നവരെ അങ്ങനെ കിടക്കും. അപ്പൊ അതുകൊണ്ട് ആൺകുട്ടികളാകുമ്പോൾ അവരെ എവിടെ വേണമെങ്കിലും പൊക്കോളും. അപ്പൊ ട്രൈ ടു അവോയ്ഡ് ലേഡീസ് ആസ് ഫാർ ആസ് പോസിബിൾ എന്നൊരു വാചകം പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം അതേ ഇന്റർവ്യൂവിൽ ബോംബെക്കാരിയായ ഒരു കുട്ടി, ബോംബെ ബേസ്ഡായിട്ടുള്ള കുട്ടി വന്ന് പങ്കെടുത്തു. ആ പെൺകുട്ടിയുടെ പ്രകടനം കണ്ടു കഴിഞ്ഞപ്പോ
നേരത്തെ ഒഴിവാക്ക് എന്ന് പറഞ്ഞ അതേ ചെയർമാൻ പറഞ്ഞു സെലക്ട്. കാരണം അതിന്റെ പെർഫോമൻസ് ഇത് നമ്മുടെ കമ്പനിക്ക് ഒരു മുതൽക്കൂട്ടാവും ഈ കുട്ടിയായിട്ട് അദ്ദേഹത്തിന് തോന്നി. സെലക്ട് ഹെർ എന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം അതിന്റെ പെർഫോമൻസ് നോക്കിയിട്ടാണ്. അപ്പൊ അത്രയ്ക്കും ഗുഡായിട്ടുള്ള പെർഫോമൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. ആ പെർഫോമൻസ് കഴിയുമ്പോൾ പറയണം നിങ്ങൾക്ക് ആരെ മതി, ഭാഗ്യം മതി, അല്ലെങ്കിൽ ജൂബിയെ മതി, അല്ലെങ്കിൽ വീണയെ മതി, ആ കുട്ടി മതി, യെസ് എന്ന് പറയാനായിട്ട് പറ്റണം. അപ്പൊ അത് സാധിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കണം? വെൽ പ്രിപ്പയർഡ്. വേൾഡ് ഈസ് ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. നമ്മൾ അവിടെ നിന്ന് പതറിപ്പോയി കഴിഞ്ഞാൽ അടുത്ത ആളെ തന്നെ മുകളിലോട്ട് കയറിപ്പോകും. യെസ്, അതുകൊണ്ട് നമ്മൾ പതറാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പൊ നിങ്ങൾ ഒന്ന് എഴുതി തയ്യാറാക്കുന്നു, പറയുന്നു, വോയിസ് റെക്കോർഡിൽ പറയുന്നു, ഡിലീറ്റ് ചെയ്യുന്നു, വീണ്ടും കേൾക്കുന്നു, വീണ്ടും ഒന്ന് പറഞ്ഞു നോക്കുന്നു. അങ്ങനെ പറഞ്ഞ് നിങ്ങൾ വെൽ പ്രിപ്പയർഡ്. ഞാൻ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തേണ്ട പോയിന്റുകളൊന്നും വിശദമായിട്ട് പറയുന്നില്ല. നിങ്ങൾക്കറിയാലോ, നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ കോഴ്സ് കഴിഞ്ഞു വിചാരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം പത്രത്തില് ഒരു പരസ്യം നിങ്ങൾ കണ്ടു, ഒരു പബ്ലിക് റിലേഷൻസ് ഓഫീസറെ ആവശ്യമുണ്ട് എന്ന് പറയുന്ന ഒരു പരസ്യം നിങ്ങൾ കണ്ടു. ആ പരസ്യപ്രകാരം നിങ്ങളുടെ അപ്ലിക്കേഷൻ മെയിൽ ചെയ്തു. അവര് നിങ്ങൾ ഇന്റർവ്യൂവിന് വിളിച്ചിരിക്കുകയാണ്. യെസ്, അവര് നിങ്ങളെ ഇന്റർവ്യൂവിന് വിളിച്ചിരിക്കുകയാണ്, അവരുടെ ഓഫീസിലേക്ക് വിളിച്ചിരിക്കുകയാണ്. അവിടെയാണ് നിങ്ങൾ ഇരിക്കുന്നത്. യെസ്, അവിടെ ചെന്ന് ആ ഓഫീസും അതിന്റെ ചുറ്റുപാടും പരിസരമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തോന്നി, എന്ത് തോന്നി? ഓക്കെ, ഇവിടെ എനിക്കൊരു ജോലി കിട്ടിയാൽ നന്നായിരുന്നു എന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നു. കാരണം അവിടെയുള്ള സെറ്റപ്പും അവിടെയുള്ള വൃത്തിയും വെടിപ്പും അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ല ഒരു ആംബിയൻസ് നിങ്ങൾക്ക് തോന്നി. ഇത് കൊള്ളാം എന്ന് നിങ്ങൾക്ക് തോന്നി. അപ്പൊ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് അവിടെ ജോലി ടു ബി എംപ്ലോയിഡ് അവിടെ നിങ്ങളുടെ ആഗ്രഹത്തോട് കൂടിയിട്ട് നിങ്ങൾ അവിടെ ഇരിക്കുന്നു. നിങ്ങളെ അവിടുത്തെ അറ്റൻഡർ വന്ന് പേര് വിളിക്കുന്നു, നിങ്ങൾ അകത്തേക്ക് ചെല്ലുന്നു, നിങ്ങൾ അവിടെ ഇരിക്കുന്നു, നിങ്ങളുടെ പേര് ചോദിക്കുന്നു, നിങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു, അതൊക്കെ ചിരിച്ചുകൊണ്ടും മറിച്ചു നോക്കുന്നു. അത് കഴിഞ്ഞ ശേഷം നിങ്ങളോട് പറയുന്നു, യുവർ നെയിം ഈസ് ആൻസു. ആൻസു, പ്ലീസ് ഗിവ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് യുവർസെൽഫ്. ആൻസു എന്ന് പരിചയപ്പെടുത്തും എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ അറിയിപ്പിക്കും. ആ ചോദ്യത്തിന്റെ ആൻസർ, ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ, അതാണ് നമ്മൾ നാളെ നോക്കുന്നത്. നിങ്ങൾ ഒന്നുകൂടി റെഡിയായിട്ട് ഭംഗിയായിട്ട് എഴുതുക, തയ്യാറാകുക, ഇടാന്ന് പ്രസന്റ് ചെയ്യും. ഓക്കെ അല്ലേ? എന്താണ് ആരും ഇത് ഓക്കെ പറയാത്തത്? ഓക്കെ, ശരണ്യ ഓക്കെ, ശ്രുതി ഓക്കെ, ആൻസർ നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ആഷ്ലി പറഞ്ഞിട്ടുണ്ട്, ഓക്കെ, യെസ്, ഓക്കെ, ആൽഫ പറഞ്ഞിട്ടുണ്ട്, ഓക്കെ, ഭാഗ്യ പറഞ്ഞിട്ടുണ്ട്, അഞ്ജന പറഞ്ഞിട്ടുണ്ട്, ജോബി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് സമയം കിട്ടേണ്ട. നിങ്ങൾ വേറെ ആരോടും ചോദിക്കാൻ ഇപ്പോൾ ഇതാക്കണ്ട. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ റെഡിയാക്കിക്കോ. തെറ്റുണ്ടെങ്കിൽ തെറ്റിക്കോട്ടെ, നമുക്ക് കറക്റ്റ് ചെയ്യാനേ. അതല്ലാതെ നിങ്ങൾ അങ്ങനെ വലിയ ഇന്റർനാഷണൽ കാര്യങ്ങളൊക്കെ ഒന്നും പോകേണ്ട. സിമ്പിളായിട്ട് അവർക്ക് തോന്നണം, കൊള്ളാം, ഈ കുട്ടി കൊള്ളാം, വേറെ ആരെയും കടമെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, വളരെ സിമ്പിളായിട്ട് വന്ന് അവതരിപ്പിച്ചു. അങ്ങനെ എപ്പോഴും നമ്മൾ ഒരു വെറൈറ്റി കാണുമ്പോൾ അതിനകത്ത് ഇപ്പൊ നമുക്കൊരു താല്പര്യം തോന്നാറുണ്ട്. യെസ്, എല്ലാവരും ലിപ്സ്റ്റിക് ഇട്ട ആ കുട്ടികളുടെ ഇടയിൽ ഒരു കുട്ടി ലിപ്സ്റ്റിക് ഇടാണ്ട് ഇപ്പോഴേ നമ്മൾ അതിനെ ശ്രദ്ധിക്കുള്ളൂ. അതെന്താ നമ്മൾ ഒരു കാര്യം ആലോചിക്കണം. നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ആരെ കുറിച്ചാണ്? നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളെ കുറിച്ചാണ്. സുഹൃത്തുക്കളെ കുറിച്ചല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് നമ്മുടെ ശത്രുക്കളെ കുറിച്ചാണ്. സുഹൃത്തുക്കൾ നമുക്കുണ്ട്, പക്ഷെ നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും വരുന്നത് നമുക്ക് ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടെങ്കിൽ അവരെ കുറിച്ചായിരിക്കും. അതായിരിക്കും നമ്മുടെ മനസ്സിലൂടെ ഇടയ്ക്കിടയ്ക്ക് കയറി പോകും. എന്ന് പറഞ്ഞതുപോലെ ഒരു വെറൈറ്റി ഫീൽ ചെയ്യും. ആ വെറൈറ്റി നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച്, സ്റ്റൈൽ അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റുക. ആ വെറൈറ്റിയുമായിട്ട് നമുക്ക് നാളെ കാണാം. ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം മെച്ചപ്പെട്ട പ്രകടനമാണ്. അപ്പോൾ നാളെ നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം അടുത്തിലോട്ട് നമുക്ക് കടക്കാം. ഓക്കെ, വി വിൽ മീറ്റ് ടുമോറോ. ഓക്കെ, ഓക്കെ.